നമസ്കാരം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം അവിടേക്ക് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ പിന്തുണയിൽ ആന്റോ ആന്റണി എന്ന വ്യക്തി ആ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ചേരും. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. KPCC അധ്യക്ഷ പദവി പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റോ ആന്റണിക്ക് കൈമാറുവാനുള്ള നീക്കങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് പേരാവൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം ഉറപ്പായതോടുകൂടിയാണ് പുതിയ അധ്യക്ഷനായിട്ടുള്ള തിരച്ചിൽ അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഹൈക്കമാൻഡിൽ ശക്തമായിട്ടുള്ള സ്വാധീനം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് ആന്റോ ആന്റണിക്ക് ഹൈക്കമാൻഡിൽ മുൻതൂക്കം നൽകുന്നത് എന്നാണ് പറയുന്നത്. വദ്രയുടെ വിശ്വസ്തനായിട്ടുള്ള ആന്റോ ആന്റണിയെ മുൻപും അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും അന്ന് അവസാന നിമിഷം കൈവിട്ടു പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ വാദ്രയുടെ പിന്തുണയും ദേശീയ നേതൃത്വത്തിലെ സമ്മർദ്ദവും ആന്റോ ആന്റണിക്ക് അനുകൂല ഘടകങ്ങളാവുകയാണ്. സണ്ണി ജോസഫിന് പകരം ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കാനായിരുന്നു ആദ്യഘട്ടത്തിലെ ആലോചനകൾ നടന്നിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതോടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഷാഫി അധ്യക്ഷനാക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമായി ഇടതുപക്ഷം ആയുധമാക്കുമെന്ന് ഹൈക്കമാൻഡ് ഭയപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ഷാഫിയെ തഴഞ്ഞു. ഇതിനൊപ്പം മാങ്കൂട്ടത്തിലുമായുള്ള സൗഹൃദവും ഷാഫിക്ക് വിനയായി മാറി. ക്രൈസ്തവ വോട്ടുകളും സാമുദായിക സമവാക്യങ്ങളും ഹൈക്കമാൻഡ് ഗൗരവത്തിൽ എടുക്കുകയാണ് ഇപ്പോൾ. കേരള കോൺഗ്രസിനെ മുന്നണിയിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കുവാൻ ആന്റോ ആന്റണിയിലൂടെ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ആന്റോയ്ക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലിലാണ് പാവം കോൺഗ്രസ്. സിറോ മലബാർ മാർത്തോമാ സഭകളുമായിട്ടുള്ള ആന്റോയുടെ അടുത്ത ബന്ധം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഗുണകരമാകുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. ക്രൈസ്തവ മുഖത്തെ അധ്യക്ഷനാക്കുന്നതിലൂടെ മധ്യ കേരളത്തിൽ UDFന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള AP അനിൽകുമാറും PC വിഷ്ണുനാഥും വണ്ടൂരിലും കുണ്ടറയിലും ജനവിധി തേടുന്നതിനാൽ അധ്യക്ഷ പദവിയിലേക്ക് ഒരു മുഴുവൻ സമയ നേതാവിനെ തന്നെ വേണമെന്ന നിലപാടിലേക്ക് ദേശീയ നേതൃത്വം എത്തുകയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമുദായിക പിന്തുണയും ഒക്കെ ഒത്തുവന്നാൽ ആന്റോ ആന്റണി KPCCയുടെ തലപ്പത്തെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അവിടെയും വിനയായി മാറുന്നത് ഈ KPCC പദവിയിലേക്ക് ആന്റോ ആന്റണിയെ പോലൊരാളെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പല സഭകളുടെയും ക്രൈസ്തവ സഭകളുടെയൊക്കെ വോട്ട് ലഭിക്കുമെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ കൂടിയും സിറോ മലബാർ സഭയുടെയോ മാർത്തോമാ സഭകളുമായിട്ടൊക്കെ വലിയ ബന്ധമാണ് എന്ന് പറഞ്ഞാലും ഈ ആന്റോ ആന്റണിയുടെ പ്രവർത്തനങ്ങൾ അവിടെ അത്രത്തോളം ശക്തമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയുമായുള്ള ബന്ധം എന്താണ്, ആന്റോ ആന്റണി അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി പോകുന്ന വ്യക്തിയാണ് എന്നൊക്കെയുള്ളതിന് ഒരു കാരണവശാലും വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല. ആന്റോ ആന്റണിക്ക് ഈ ജനങ്ങളുടെ പക്ഷം ചേർന്ന് നടക്കുവാനോ ജനങ്ങളോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനോ ആർക്കും കഴിയില്ല. ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. KPCCക്ക് നല്ല മുഖങ്ങൾ വേണം. ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ രക്തങ്ങൾ വരട്ടെ. അങ്ങനെ കൊണ്ടുവരുവാൻ ഈ KPCC തയ്യാറാകാത്ത ഈ ന്യൂനപക്ഷ പ്രീണനം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് വിനയായി തീരുമല്ലോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ ആന്റോ ആന്റണിയെ സിറോ മലബാർ സഭയുടെയും മാർത്തോമാ സഭയുടെയും ഒക്കെ അംഗീകാരത്തോടു കൂടി കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഈ അവകാശപ്പെടലുകളൊക്കെ വോട്ടുകളായി മാറ്റുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ എന്ത് സാധ്യതകളാണ് ആന്റോ ആന്റണിക്ക് ഉള്ളത് എന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തേണ്ടത് അദ്ദേഹം ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ ആകെ ലഭ്യമാകുന്നത് ഈ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ആന്റോ ആന്റണിക്ക്. അതുകൊണ്ട് തന്നെ നേരത്തെ അറിയാലോ, സണ്ണി ജോസഫ് ഇതുപോലെ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് എത്തപ്പെടുമ്പോഴും അപ്പോഴും ഈ ആന്റോ ആന്റണിയുടെ പേരുകൾ കേട്ടതാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ആകാതെ പകരം സണ്ണി ജോസഫിനെ സ്വീകരിക്കുകയായിരുന്നു. അത് K സുധാകരന്റെ കൂടി ഒരു പിൻബലം അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, സമയങ്ങളിൽ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വേണമെങ്കിൽ KPCCയുടെ തലപ്പത്തേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമുദായിക പിന്തുണയും ഒക്കെ ഒത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആന്റോ ആന്റണിക്ക് എത്തപ്പെടാൻ കഴിയും. പക്ഷെ അതല്ലാതെ ആരുമില്ലേ ഈ പാർട്ടിയിൽ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. ഇതിനൊക്കെ കുപ്പായം തുന്നിയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുണ്ടായിരുന്നു. KPCCയുടെ തലപ്പത്തേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വായ്മൂടി കിട്ടിയിരിക്കുകയായിരുന്നു ഇത്രയും നാൾ. പക്ഷെ നാളെ മുതൽ ഈ ഒരു പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ മുതൽ അടുത്ത പ്രവചനങ്ങളുമായി ആ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി എത്തിത്തുടങ്ങും. കാരണം അദ്ദേഹത്തിന്റെ മോഹമാണ് ഇവിടെ സഫലമാകാതെ പോകുന്നത്. മാത്രമല്ല ഈ KC വേണുഗോപാലുമായി വലിയ ബന്ധമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആ ബന്ധത്തിന്റെ പുറത്ത് സണ്ണി ജോസഫ് പേരാവൂരിലേക്ക് മത്സരിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റായിട്ട് നിലകൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുറക്കാതെ
രാജ്മോഹൻ ഉണ്ണിത്താൻ കാത്തിരുന്നത്. കാരണം ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴൊക്കെ അങ്ങനെ എതിർ സ്വരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സംസാരിച്ചു തുടങ്ങിയ ആളായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷെ അവിടെ KC വേണുഗോപാലിന്റെ ഇടപെടൽ കാരണം വായ് മൂടിക്കെട്ടി വെക്കുകയായിരുന്നു. അതിന്റെ ഒരു സാധ്യത എന്ന് പറയപ്പെടുന്നത് KC വേണുഗോപാലിലൂടെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് കുറച്ചു കാലമെങ്കിലും ജീവിക്കാം, അങ്ങനെ ഇന്ദിരാഭവനിൽ തന്റെ പടം കൂടി, തന്റെ ചിത്രം കൂടി അവിടെ ഒട്ടിച്ചു വെക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടും മുൻ KPCC പ്രസിഡന്റ് പദവിയിലെത്തിയ ആൾ എന്നുള്ള നിലയിൽ അത് സ്വപ്നം കണ്ടിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്വപ്നങ്ങൾ ഇതോടുകൂടി തകരും. ആന്റോ ആന്റണിക്ക് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമുദായിക പിന്തുണയും ഒക്കെ ഒത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആന്റോ ആന്റണി KPCCയുടെ തലപ്പത്തെത്തും.